മെന്റൽ സൈക്കോസിന്റെ ഭാഗമെന്ന് ഉറപ്പിച്ച് പറയാവുന്ന കേസുകളിൽ പോലും 174 ആൾട്ടേറ്റ് 302 എന്ന് എപ്പോഴും പോലീസ് എഴുതി പിടിപ്പിക്കുന്നത് എന്തുകൊണ്ടാകും? ഇന്ത്യൻ പീനൽ കോഡിനോ ക്രിമിനൽ പ്രൊസീജിയർ കോഡിനോ അപ്പുറത്തേക്ക് ഒരടി പോലും മുന്നോട്ട് വെക്കാനോ ചിന്തിക്കാനോ മനസ്സില്ലാത്തവരാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ ഖ്യാതി കേട്ട കേരള പോലീസും അങ്ങനെ തന്നെ. ഇത്തരം എഫ്ഐആറുകൾ തയ്യാറാക്കുമ്പോൾ ഒരു ഗൃഹപാഠവും അവർ ചെയ്യുന്നില്ല. മാത്രമല്ല, എത്രയും വേഗത്തിൽ അറസ്റ്റ് ചെയ്യുക, ജയിലിലേക്ക് തള്ളുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. എന്തുകൊണ്ടാണ് ഇക്കാലം അത്രയും കേരള പോലീസിന് ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതെന്ന് തുറന്നു പറയുകയാണ് IG കെ സേതുരാമൻ IPS. സാറേ, ഈ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ പ്രീപാർട്ടം എന്നുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് അതല്ല അത്തരം വേർഡ്സ് സാറിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ശ്രദ്ധയിൽ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ എഫ്ഐആറുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന വാക്ക് എൻ്റെ പരിശീലന കാലഘട്ടത്തോ IPS ട്രെയിനിങ് കാലഘട്ടത്തോ അല്ലെങ്കിൽ കേരള പോലീസ് അക്കാഡമിയിലോ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു വാക്കാണത്. യഥാർത്ഥത്തിൽ നിരവധി കേസുകൾ, ഈ സ്വന്തം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന കേസുകൾ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യാറുണ്ട്. അത് കൊലപാതകം എന്ന നിലയ്ക്കാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ സാധാരണ പോകാറില്ല. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് യഥാർത്ഥത്തിൽ ഞങ്ങൾ അതിനൊരു പരിശീലനം അനിവാര്യമാണ്. അത് ശരിക്കും സംസ്ഥാന പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഒരു പരിശീലനത്തിൻ്റെ പാർട്ടായിട്ട് മാറ്റേണ്ട ഒരു പഠന പദ്ധതിയാണത്. നമ്മൾ ഈ പാവപ്പെട്ട സ്ത്രീകളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ആക്കുന്നു. യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പരിരക്ഷയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ അവർ മനസ്സിലാക്കി അവിടെ ചികിത്സിക്കാനാണ് വേണ്ടത്. അല്ലാതെ ജയിലിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് അത് ഉചിതമല്ലെന്നാണ് തോന്നുന്നത്. തീർച്ചയായും ഇതൊരു നല്ലൊരു വാർത്താ പരമ്പര. ഏതായാലും ഇതിൻ്റെ കംപ്ലീറ്റ് ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഞാൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. തീർച്ചയായും നല്ലൊരു ബോധവൽക്കരണ പരിപാടി ഉണ്ടാവും. ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇവർ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഈ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ആ സമയത്ത് ശാരീരിക പരിശോധന കൂടാതെ മാനസിക പരിശോധന നടത്താറുണ്ട്. മാനസിക പരിശോധന നടത്താറുണ്ട്. എന്നാലും അങ്ങനെ നമ്മൾ വിപുലമായ മാനസിക പരിഗണന നടത്താറില്ല. കാരണം അവരുടെ മോട്ടീവ് എന്താണെന്ന് അറിയത്തില്ല. പലപ്പോഴും നമുക്ക് ഉടനെ കിട്ടത്തില്ല. അല്ല അവിഹിത ബന്ധമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ, കുടുംബ പ്രശ്നമാണോ. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സൈക്കോസിസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ശരിക്കും പോലീസ് വരെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ പരിശീലനത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊരു പ്രശ്നമായിരിക്കും. അത് തീർച്ചയായും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലും ഡോക്ടർമാരൊക്കെ ഒന്ന് ബോധവൽക്കരണം നടത്തേണ്ട ഒരു വിഷയമാണത്. ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക്, അതായത് ഈ കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്കൊന്ന് 174 രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം അത് കൺവേർട്ട് ചെയ്തിട്ട് അൾട്ടർ ചെയ്തിട്ട് 3.2 ആക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് അവർ ജയിലിൽ അകപ്പെടുകയും ചെയ്യും. പലപ്പോഴും ഇവരെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കാരണം എന്ന് പറയുന്നത് പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ ഇവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് പലപ്പോഴും പോലെ ഇവർ ആ സമയത്ത് ആരെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാമുകനാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക. അവർക്ക് അതുമായി ബന്ധമില്ല എന്നൊക്കെ അറിയാമെങ്കിൽ പോലും ആ രീതിയിലേക്ക് പോലീസ് അക്കോർഡിംഗ് ടു പോലീസ് എന്ന് പറയുന്ന എല്ലാ വാർത്തകളും ചെയ്യാം. ഒപ്പം തന്നെ സാർ പറയേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ പോലീസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തന മേഖലയുമുണ്ട്. അതുകൂടെ പരാമർശിക്കേണ്ടതില്ല. ഇല്ല, തീർച്ചയായും. കാരണം ഇത് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സൈക്കോസിസും അല്ലെങ്കിൽ നമുക്ക് പൊതുവേ കേരളത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ ഉണ്ട്. സാധാരണക്കാരന് അറിവില്ലായ്മ ഉണ്ട്. ഡോക്ടർമാർക്ക്, പോലീസുകാർ എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ആവശ്യമുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകർക്കും പ്രത്യേകിച്ച് ആവശ്യമുണ്ട്. കാരണം ഇത് ഒരു സെൻസേഷണൽ ന്യൂസായിട്ട് മാറ്റി അവസാനം നമ്മൾ പെട്ടെന്ന് ഇതൊരു വലിയ ഭീകര സൃഷ്ടിയായിട്ട് നമ്മൾ ആ സ്ത്രീനെ കാണുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ഒരു ഡെലൂഷനുണ്ട്, മാനസിക പ്രശ്നമുണ്ട്. അത് ആ നിലയ്ക്ക് കാണണമെന്ന് നമുക്ക് ശരിക്കും ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്ത കൊച്ചിയിലെ കേസ് XY എന്തോ ആയിക്കോട്ടെ, അതിൽ പോലീസും മാധ്യമപ്രവർത്തകരും സ്വീകരിച്ച രീതി സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഒരു പോലീസ് ഓഫീസർ എന്ന രീതി? അത് തീർച്ചയായും അത് നമുക്ക് ആ കുട്ടിയുടെ ഭാഗത്ത് ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താണ് മാനസികാവസ്ഥ മനസ്സിലാകുന്നില്ല. യഥാർത്ഥത്തിൽ ഡോക്ടർമാരാണ് പറയേണ്ടത്. മനഃശാസ്ത്രജ്ഞർ പറയണം, ഡോക്ടർമാർ പറയണം. അപ്പോൾ പോലീസിൻ്റെ റോൾ ഒന്നുമില്ല. പോലീസ് നമുക്ക് ഇതുവരെ കൊലപാതകം ചെയ്തു സ്വന്തം കുഞ്ഞിനെ, അത് അപ്പുറത്തേക്ക് നമ്മൾ ഒന്നും ചിന്തിക്കാനില്ല. കാരണം നമ്മുടെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. നിയമം അനുസരിച്ച് അത്
കൊലപാതകം എന്ന നിലയ്ക്ക് നമ്മൾ 3 രജിസ്റ്റർ ചെയ്ത് അമ്മയെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ മൊറാലിറ്റിയെക്കുറിച്ചും അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും പരാമർശിക്കാൻ സാധിക്കത്തില്ല. അത് സമൂഹവും മറ്റതാണ് പറയേണ്ടത്. ഇത്തരം കേസുകളിൽ അകപ്പെടുന്ന സ്ത്രീകളെ തെളിവെടുപ്പിന് മറ്റും കൊണ്ടുവരുമ്പോഴൊക്കെ സമൂഹം കൈകാര്യം ചെയ്യുന്ന സംഭവങ്ങൾ, കൈകാര്യം ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിന് ശരിക്കും പോലീസിനൊരു കാരണമായിട്ടില്ലേ? തീർച്ചയായും. അതായത് സ്വന്തം കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അമ്മയെ ഒരു വലിയ പ്രതിസ്ഥാനത്താണ് നമ്മൾ കാണുന്നത്. പക്ഷേ എന്തിനാണ് അമ്മ അങ്ങനെ ചെയ്തത്? സ്വന്തം കുഞ്ഞിനെ ലാളിക്കേണ്ട സമയത്ത് അവിടെ മാനസിക നല്ല പ്രശ്നമുണ്ട്, നമ്മൾ ചിന്തിക്കുന്നില്ല. അല്ല, നമ്മൾക്ക് പൊതുവേ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയുണ്ട്. കാരണം നമുക്കൊരു ശാരീരിക അസുഖം ഉണ്ടെങ്കിൽ പോയി ഡോക്ടറെ ചെന്ന് കാണുന്നു, മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ കാണുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഈ ഗർഭിണികളുടെ ഡെലിവറി സമയത്ത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. അല്ലാതെ പ്രീ പാർട്ടം കെയറും പോസ്റ്റ് പാർട്ടം കെയറും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത് വലിയൊരു പോരായ്മയാണ്. കാരണം നിരവധി കേസുകൾ അങ്ങനെ കാണുന്നത്. പോസ്റ്റ് പാർട്ടം ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലീസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥ അല്ലാതെ കൊണ്ടും പിന്നെ എനിക്ക് തോന്നുന്നത് സെക്ഷൻ സിസേറിയൻ കൂടുതലുണ്ട്. ഇത് പ്രശ്നമുണ്ടോ എന്നറിയില്ല. എന്നിരുന്നാലും അതൊരു കാരണമാകാം. ഇതൊക്കെ പറയേണ്ടത് ഡോക്ടർമാരാണ്, ഗവേഷണം എടുത്തിട്ട് പറയേണ്ടത്. എന്നാൽ നിരവധി കാരണങ്ങളുണ്ട്. അത് നമുക്ക് പോലീസ് എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പോലീസ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, നമ്മൾ അവരെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥത്തിലെടുത്ത് നോക്കിയാൽ അതിനകത്ത് മെൻസ്രിയ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെൻസ്രിയ അല്ല. കാരണം ഏത് കുറ്റകൃത്യത്തിനും വേണ്ടത് മെൻസ്രിയ എന്നുണ്ട്. മെൻസ്രിയ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി അറിവോടുകൂടി ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് കൊല്ലണമെന്ന ഉദ്ദേശമോ അല്ലെങ്കിൽ ആ അറിവോ ആ ബോധമോ ഇല്ലാത്ത സമയത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കൊലപാതകങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ആ മെൻസ്രിയ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. പക്ഷേ മെൻസ്രിയ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും കോടതികൾ ഈ കേസുകളൊക്കെ വെറുതെ വിടുന്നത്. എന്നിരുന്നാലും അതിന് മുമ്പ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതും ഇവരെ സമൂഹം ഒരു ഒറ്റപ്പെടുത്തുന്നതൊക്കെ എടുത്ത് നോക്കിയാൽ അവർക്ക് ആജീവനാന്ത ഒരു വലിയൊരു ട്രോമയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പരിശോധിച്ച കേസുകളിലൊക്കെ ഇവരാദ്യം 174ഉം പിന്നീട് 302. പക്ഷെ പലർക്കും ഇപ്പോഴും ഓർമ്മയില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാസർഗോഡ് ഒരു കേസിനകത്ത് വയലിൽ കുഞ്ഞിനെ നൈറ്റിയിൽ പൊതിഞ്ഞ് കൊണ്ടുവയ്ക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ കുഞ്ഞ് അവനെ കൊന്നിട്ടൊന്നുമില്ല. കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് കുഞ്ഞ് ചെളി മൂക്കിലും ചെവിയിലും കയറിയതിനെ തുടർന്നാണ് മരിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം. എന്നിട്ടും 302 ആണ് പോലീസ് ചാർജ് ചെയ്ത് കുറ്റപത്രം കൊടുത്തത്. ഒപ്പം തന്നെ അതിന് DNA ടെസ്റ്റും നടത്തിയിട്ടുണ്ട്. അത് എങ്ങനെയായിരിക്കും അത് ആ കേസിലേക്ക് ആ 302 ഒക്കെ ചേർത്തിട്ടുണ്ടാവുന്നത് സാർ? അത് ഇതിപ്പോൾ നിലവിലത് കോടതിയുടെ മുമ്പാകെയുള്ള കേസായിരിക്കണം. അതിനെക്കുറിച്ച് പഠിച്ചാലേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഏതായാലും ഇത് ഈ പരമ്പര വന്നതോടുകൂടി എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും നല്ലൊരു ബോധവൽക്കരണം കിട്ടും. ശരിക്കും ഞങ്ങളിപ്പോൾ ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നിലയ്ക്ക് ഞങ്ങളൊരു വിലയിരുത്തി നോക്കാം. കാരണം ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ്, ഇത് ഇഷ്യൂ ആണ്. ഇനി ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ പോലീസ് ശ്രദ്ധിക്കാൻ ശ്രമിക്കും എന്ന വാക്കു തന്നെയാണ് വലിയ സമാശ്വാസം. പക്ഷേ നിയമത്തിൽ സമൂലമായ മാറ്റം വരണമെങ്കിൽ പോലീസ് കൂടി മുൻകൈയെടുത്ത് സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. ഒപ്പം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന വിവരങ്ങൾ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും എറിഞ്ഞു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം.